ഞാൻ കോയമ്പത്തൂരിലായാലെന്ത്, ചെന്നൈയിലായാലെന്ത്, നിന്റെ വിളിപ്പുറത്ത് ഓടി വരുന്നില്ലേ? എന്തൊക്കെയായാലും ലളിത എൻ്റെ കൂടപ്പിറപ്പല്ലേ? സംശയം എന്താ? അവള് നിന്റെ അനിയത്തിയും എൻ്റെ നാത്തൂനുമാണ്. അവള് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും. അവളെ കാണാതായിട്ട് മാസങ്ങൾ എത്രയായി? എനിക്കാകെ ഭയമാണ്. രവീന്ദ്രൻ്റെയും സുനിലിൻ്റെയും കോമളത്തിൻ്റെയും വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അവൾ തന്നിഷ്ടം കാണിച്ചതിൻ്റെ ഫലം. ലളിത അവളുടെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന് കരുതി നമ്മൾ അനങ്ങാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നീ ഫോൺ ചെയ്തപ്പോൾ തന്നെ പുറപ്പെട്ടത്. നേരത്തെ തന്നെ നീ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. മുരുകൻ്റെ കല്യാണം, പിന്നെ ഒരു പുതിയ ജോലിഭാരം എടുത്ത് തലയിൽ വെക്കണോ എന്നുള്ളൊരു ചിന്ത. ഇതൊക്കെ കാരണം ഞാൻ വളരെ ബിസിയായിപ്പോയി. ഇനി നമുക്ക് അന്വേഷണം തുടങ്ങണം. നമ്മുടെ പ്രഭയുടെ അച്ഛൻ രാജഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് ആ യാത്ര തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജഗോപാലൻ മുതലാളിയുമായി ലളിതയുടെ പ്രശ്നത്തിന് എന്താ ബന്ധം? ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടച്ചിട്ടല്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ഒരു തെമ്മാടിയാണല്ലോ. രാജഗോപാലിന് പരിചയമില്ലാത്ത ക്രിമിനൽസ് കുറവാണ്. രാജഗോപാൽ പരമേശ്വരനെ കൊണ്ട് നിനക്കെതിരായി നോട്ടീസ് അയപ്പിച്ചതും പരമേശ്വരൻ നമ്മളെ കോംപ്രമൈസിന് ക്ഷണിച്ചതും നിനക്ക് ഓർമ്മയില്ലേ? ഓഫീസിൽ വെച്ച് അനാവശ്യം കാണിച്ചതിന് നീ ബ്രോൺസ് പ്രതിമയെടുത്ത് അവൻ്റെ തലക്കടിച്ചു. പിന്നെ അയാൾ ഇവിടെ വന്ന് നമ്മൾ രണ്ടുപേരോട് മാപ്പ് പറഞ്ഞു. അയാൾ അറിയാതെ സുശീല പരമേശ്വരൻ്റെ ഭാര്യയ്ക്ക് പണം നൽകി സഹായിച്ചില്ലേ? പക്ഷേ ഇപ്പോൾ രാജഗോപാലൻ മുതലാളി പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. ബിസിനസ്സിൽ വൻ നഷ്ടം വന്നെന്നാ കേട്ടത്. ഇത്തരം ബിസിനസ്സുകളിൽ കയറ്റവും ഇറക്കവും സർവ്വസാധാരണമാണ്. പക്ഷേ നാട്ടിലും പുറത്തും പരമേശ്വരനെ പോലെയുള്ള അനേകം വാടക ഗുണ്ടകൾ ഒരു കാലത്ത് രാജഗോപാലിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ജോൺസനെയും അയാൾക്ക് അറിയാമായിരിക്കും. ഉറപ്പില്ല, ചുമ്മാ ഒരു ശ്രമം, അത്രമാത്രം. അതുകൊണ്ടാണ് അന്വേഷണം അവിടെ ആരംഭിക്കാമെന്ന് പറഞ്ഞത്. ഒരു പ്രാവശ്യമേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളൂ. സുശീലയുടെ പേരിൽ രാജഗോപാൽ പരമേശ്വരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചപ്പോൾ അന്ന് രാജഗോപാൽ ഞാൻ പറഞ്ഞതനുസരിച്ചു. പ്രഭയുടെ അച്ഛനിപ്പോൾ പഴയ തലയെടുപ്പൊന്നുമില്ല. അബ്കാരി ബിസിനസ്സിലും അദ്ദേഹത്തിന് പണ്ടത്തെ പ്രതാപവുമില്ല. പിന്നെ ഈ വീട് ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം രണ്ടാം ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു. ആ ഭാര്യയിലും രാജഗോപാലിനൊരു മകളുണ്ടല്ലേ? ആ കുട്ടിയെ ഏതോ ബോർഡിങ്ങിലാക്കിയിരിക്കുക. വെക്കേഷന് മാത്രമേ വീട്ടിൽ വരൂ. വരൂ. മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് അല്ലേ? ഞാൻ ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാൻ കൂടെ വരാറില്ല മിസ്റ്റർ രാജഗോപാൽ. സുനിലിനെ അറിയാലോ, നിങ്ങൾ ബന്ധുക്കളല്ലേ? വന്നിരിക്കേ. സുനില് മാത്രമല്ലല്ലോ, വിശാലാക്ഷി അമ്മാളും എൻ്റെ ബന്ധുവല്ലേ. സുനിലിനെ പണ്ട് മുതലേ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു കടപ്പാട് കൂടിയുണ്ട്. എൻ്റെ മകൾ പ്രഭ ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന ഒരു ഘട്ടത്തിൽ അവൾക്ക് താങ്ങും തണലുമായി നിന്നത് ഈ സുനിലാണ്. അതിൻ്റെ പേരിൽ സുനിലിനെ പ്രസാദ് പോലും തെറ്റിദ്ധരിക്കുകയുണ്ടായി. പ്രഭ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണക്കാരി നിങ്ങളുടെ രണ്ടാം ഭാര്യയല്ലേ? അവൾ നിങ്ങളെന്താ നിലയ്ക്ക് നിർത്താത്തത്? ലക്ഷപ്രഭുവായ അച്ഛനും ലക്ഷപ്രഭുവായ ഭർത്താവും ഉണ്ടായിട്ട് പ്രഭ അവളുടെ കുഞ്ഞുമായി ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുകയാണെന്ന് കേട്ടു.
രാജഗോപാലിന് ലജ്ജ തോന്നുന്നില്ലേ? പ്രഭയെ ഞാനോ കുസുമോ ഇറക്കി വിട്ടതല്ല. അവൾ സ്വയം ഇറങ്ങിപ്പോയതാണ്. പിന്നെ അവൾ തനിച്ചല്ല താമസം. പ്രസാദിൻ്റെ അച്ഛൻ അവളുടെ കൂടെയുണ്ട്. രാജഗോപാൽ തല്ലുകൊണ്ടും കൊടുത്തും വളർന്ന ആളല്ലേ. പ്രസാദിനെ നിങ്ങൾക്ക് വരച്ച വരയും നിർത്തിക്കൂടെ? അവൻ ഇതുവരെ അവന്റെ കുട്ടിയെ പോലും കണ്ടിട്ടില്ലെന്ന് കേട്ടു. പണ്ടെന്നോ ദേഷ്യം വന്നപ്പോ ഞാൻ അവനെ തെണ്ടി എന്നൊന്ന് വിളിച്ചുപോയി. ഇന്ന് 10 പുത്തൻ കയ്യിൽ വന്നപ്പോ അവൻ എന്നോട് പ്രതികാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അവൻ പറഞ്ഞത് എന്നെ അവൻ തെണ്ടിയാക്കുന്നാണ്. അതിൻ്റെ ആദ്യപടിയായി ഞാൻ 10-15 കൊല്ലം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന റേഞ്ചാവും പിടിച്ചു. ഓഹോ. പണ്ടെങ്ങാനായിരുന്നെങ്കിൽ എന്നെ തിരിച്ച് തെണ്ടിയെന്ന് വിളിക്കാൻ അവൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിൽ ആരോടും പഴയ വാശിയോ പ്രതികാരമോ ഒന്നുമില്ല. എന്തായാലും പ്രസാദിനെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ലല്ലോ. അവൻ പ്രഭയുടെ ഭർത്താവും അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനുമായി പോയില്ലേ. രാജഗോപാലിന്റെ 2ാം ഭാര്യയുടെ പേര് കുസുമം എന്നല്ലേ? ഞാനും സുനിലും വന്നിട്ട് കുറച്ചു നേരമായല്ലോ. പക്ഷേ കുസുമത്തിന്റെ ഗന്ധമൊന്നും അറിയാനില്ലല്ലോ. അവളിവിടെ ഇല്ല. സേലത്തിനടുത്തുള്ള ഏർക്കാട്ടിലാണ് എൻ്റെ മകൾ നന്ദിനി പഠിക്കുന്നത്. അവളെ കാണാൻ പോയിരിക്കുക. ഓഹോ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. സുനിലിന്റെ അമ്മായി ലളിതയെ കുറേ നാളായി കാണാനില്ലെന്നറിയാമല്ലോ. കാണാതായതോ അതോ അവർ സുമനസ്ഥാല വീട് വിട്ടു പോയതോ? ഞാൻ കേട്ടത് അവർ തൻ്റെ മാനേജരെയും കൂട്ടി സ്ഥലം വിട്ടു എന്നാണ്. എസ്റ്റേറ്റും വീടും വിട്ട് മറ്റെവിടെയോ പോയി പുതിയ ജീവിതം തുടങ്ങാനായിരിക്കും ലളിതയുടെ പദ്ധതി. അങ്ങനെ ആവാം, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ലളിതയുടെ എസ്റ്റേറ്റിന്റെ മാനേജരെ രാജഗോപാൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. വിശാലാക്ഷി അമ്മാൾ സ്വത്ത് ഭാഗം വെച്ച് കൊടുത്തതോടെ സഹോദരിമാർ പോലും ശത്രുക്കളായി. പണത്തിൻ്റെ കുരുക്കുകളിൽ കുടുങ്ങി മനസ്സുകളകന്നു. എൻ്റെ മുമ്പിൽ അടിമയെപ്പോലെ നിന്നിരുന്ന എൻ്റെ മരുമകൻ പോലും ഇന്നെൻ്റെ ഏറ്റവും വലിയ ശത്രുവായി. ഈ ബഹളങ്ങൾക്കിടയിൽ ലളിതയുടെ മാനേജരൊക്കെ ഞാൻ എങ്ങനെ ചെന്ന് കാണാനാ? ദാ ഇവനാണ് കക്ഷി. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് പഴയ അധോലോക ജീവിതത്തിനിടയിൽ രാജഗോപാൽ ഈ മോഹം കണ്ടിട്ടുണ്ടോ? അവ്യക്തമായൊരു മുഖപരിചയം തോന്നുന്നു. പക്ഷേ ഞാൻ ഇവനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എവിടെ വെച്ചാണ് ഇവനെ കണ്ടത്? ഒന്ന് ഓർത്തു നോക്കൂ. എനിക്ക് തോന്നുന്നത് ആ പരമേശ്വരൻ്റെ കൂട്ടത്തിൽ ഇവനുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ പരമേശ്വരനുമായിട്ട് എനിക്കിപ്പോൾ ബന്ധമൊന്നുമില്ല. സുശീലയുടെ പേരിൽ അവൻ കേസ് കൊടുത്തതും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പരമേശ്വരനെ രാജഗോപാൽ കാണണ്ട, ഞാൻ തന്നെ പോയി കാണാം. ഇവന്റെ പേര് ജോൺസൺ എന്നല്ല, പീതാംബരൻ എന്നാ. അങ്ങനെയാണ് ഇവൻ എന്നെ വിശ്വസിപ്പിച്ചത്. അണ്ടർവേൾഡിൽ പ്രവർത്തിക്കുന്നവർ കൂടെ കൂടെ പേര് മാറ്റും. മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ആഴ്ചതോറും ഫോൺ നമ്പരും മാറ്റിക്കൊണ്ടിരിക്കും. ഇവനെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. സുനിലിന്റെ അമ്മായി ലളിതയെ ഇവൻ കടത്തിക്കൊണ്ടുപോയിരിക്കുക. പോലീസിൽ ഒരു വിഭാഗം ഈ റാസ്കലിനെ സഹായിക്കുന്നുണ്ട്. അവർ സുനിലിനെ കേസിൽ കുടുക്കാൻ നോക്കുക. എൻ്റെ കഷ്ടകാലം. കുറേ കാലം ഞാൻ അമ്മായിയോട് പിണങ്ങി എൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഭാര്യ എന്നോട് പിണങ്ങി. സ്വത്തിന് വേണ്ടി മദർ-ഇൻ-ലോയെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്നോ കൊന്നുകളഞ്ഞെന്നോ ആണ് DYSP റഹീം വിശ്വസിക്കുന്നത്. അയാൾ എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ
കോടതി കേസിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് എനിക്ക് ജാമ്യം തന്നു. മാഡത്തിനൊരു കാര്യം അറിയാവോ? അധോലോകവുമായി ബന്ധമുള്ളവർ പോലീസിലുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഡിവൈഎസ്പി റഹീം. അയാളെ സുനിൽ സൂക്ഷിക്കണം. ഇവനെ കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? ലളിത ഇപ്പൊ എവിടെയുണ്ടെന്ന് ഇവന് മാത്രമേ അറിയൂ. ഇവന്റെ പഴയ മേൽവിലാസവും ഫോൺ നമ്പരും ഒക്കെ എൻ്റെ ഡയറിയിൽ കാണും. പക്ഷേ പീതാംബരനായിരുന്നു ഇവൻ. ഇപ്പോൾ ഒരുപക്ഷെ ജോൺസൺ എന്ന പേര് ഇവൻ മാറ്റിക്കാണും. പേര് മാറ്റുമ്പോഴൊക്കെ പുതിയ പേരിൽ RC ബുക്കും പാസ്പോർട്ടും ഒക്കെ ശരിയാക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ തന്നെ ഏജൻറ്റുമാരുണ്ട്. അതുകൊണ്ടല്ലേ എന്നെപ്പോലുള്ളവർ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഒരിക്കൽ വീണുപോയാൽ തീർന്നു എല്ലാ ബന്ധങ്ങളും. കണ്ടില്ലേ എൻ്റെ സ്ഥിതി? പരമേശ്വരൻ ആ ഡയറി എടുത്ത് അഡ്രസ് കണ്ടുപിടിക്കൂ. ഈ കാര്യത്തിൽ പരമേശ്വരൻ എന്നെ സഹായിക്കണം. പരമേശ്വരൻ ഒറ്റയ്ക്ക് പോയി ഇവനെ കാണണം. എൻ്റെ കയ്യിൽ 2000 ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാനുണ്ടെന്ന് പറയണം. പഴയ തൊഴിൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് പരമേശ്വരൻ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ബ്രോക്കറാണെന്ന് പറയണം. ബാക്കി കാര്യങ്ങൾ അവസരത്തിനൊത്ത് ഞാൻ ചെയ്തോളാം. അവൻ്റെ മുമ്പിൽ ഞാനൊരു പുതിയ വ്യക്തിയായിരിക്കും. അവൻ പേര് മാറ്റുന്നത് പോലെ ഒരാഴ്ചത്തേക്ക് എൻ്റെ പേര് ഞാനും മാറ്റാം. എന്തു പറയുന്നു? ഓടി നടക്കാനുള്ള ആരോഗ്യമില്ലാതെ പോയി. പഴയ കരുത്തുണ്ടായിരുന്നെങ്കിൽ അവൻ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പൊക്കിയേനെ. ഈ കാര്യത്തിൽ പരമേശ്വരൻ്റെ ശാരീരികമായ കരുത്തല്ല പ്രശ്നം. ബുദ്ധി ഉപയോഗിച്ചുള്ള നീക്കമാണ് വേണ്ടത്. ഞാൻ ശ്രമിച്ചു നോക്കാം. ആഹാരത്തിന് പോലും നിവർത്തിയില്ല. കുറച്ച് പണം തന്നെ സഹായിക്കണം. ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടിയാൽ ഞാൻ പരമേശ്വരന് 1,00,000 രൂപ തരാം. ഓ, തുടർന്നും ഞാൻ പരമേശ്വരനെ സഹായിച്ചുകൊണ്ടിരിക്കും. വളരെ ഉപകാരം. ഇതാണ് പീതാംബരൻ എന്ന പേരിൽ അവൻ എനിക്ക് തന്ന അഡ്രസ്. ഞാൻ പറഞ്ഞല്ലോ, പരമേശ്വരൻ മുന്നിൽ, ഞാനും സുനിലും പിന്നിൽ. എൻ്റെ പുതിയ പേര് കനകലക്ഷ്മി. കനകലക്ഷ്മി ഫ്രം കുംഭകോണം. ജോൺസൺ വിദേശത്താണ്, അവിടെയാണ് ഇവിടെയാണ്. അതുകൊണ്ട് അവനെ പിടിക്കാൻ പ്രയാസമാണ്. ഇന്റർപോളിൻ്റെ സഹായം വേണം എന്നൊക്കെ പോലീസ് പറയുന്നത് ശരിക്കും ഒത്തുകളിയാണ്. സത്യവും ധർമ്മവും ന്യായവും നീതിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും പോലീസുകാർക്കിടയിലും ഉണ്ടാവും. പക്ഷേ അവർ രാഷ്ട്രീയക്കാരുടെ കണ്ണിലെ കരടായിരിക്കും. അതുകൊണ്ട് നല്ല പദവികളൊന്നും അത്തരക്കാർക്ക് കിട്ടില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. പോലീസിൻ്റെ വേഷം കെട്ടാതെ അവർ ചെയ്യേണ്ട ജോലി നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ തന്നെ ചെയ്യുക. പോലീസുകാരുടെ കയ്യിൽ ലാത്തിയും തോക്കും ഒക്കെ ഉണ്ട്. അതിനു പകരം നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധം നമ്മുടെ ബുദ്ധിയും സഹനശക്തിയുമായിരിക്കണം. ഞാൻ കോയമ്പത്തൂരിൽ വെച്ച് പരിചയപ്പെട്ട DIG രാമലിംഗമാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഉപദേശം തന്നത്. നിങ്ങൾ ജോൺസൺ എന്നും മറ്റു ചിലർ പീതാംബരൻ എന്നും വിളിക്കുന്ന ആ ചതിയന്റെ ഫോട്ടോ പോലും മിസ്റ്റർ രാമലിംഗമാണ് എനിക്ക് സംഘടിപ്പിച്ചു തന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വല്യമ്മായി പറഞ്ഞാൽ മതി. ആ കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിൽ ജീവൻ പോയാലും എനിക്ക് വിഷമമില്ല.
ഇങ്ങനെയൊന്നും പറയരുത് സുനിലെ. മരിക്കേണ്ടത് ജോൺസനാണ്. അവൻ ലളിത എന്ത് ചെയ്തു എന്നാ നമുക്കറിയേണ്ടത്. മിക്കവാറും കൊന്നു കാണും. ഹ, അങ്ങനെയൊന്നും തീർത്തു പറയണ്ട. അവൾ ഏതോ അജ്ഞാത സ്ഥലത്തുണ്ടായിരിക്കാനാ സാധ്യത. ആദ്യം രാജഗോപാൽ, പിന്നെ പരമേശ്വരൻ. ഇനി പരമേശ്വരൻ തന്ന ആ പഴയ മേൽവിലാസത്തിലേക്ക് പരമേശ്വരനെ പരിചയപ്പെടുമ്പം ജോൺസൺ എന്ന പേര് അവൻ സ്വീകരിച്ചിരുന്നില്ല. ആ സ്ഥലത്ത് അവൻ അറിയപ്പെട്ടത് പീതാംബരൻ എന്ന പേരിലാണ്. ജോയ് എന്നാണ് അവൻ്റെ യഥാർത്ഥ പേരെന്നാണ് വിശ്വാസം. സത്യം അവന് മാത്രമേ അറിയാവൂ. ഇങ്ങനെ ഭീകരനായ ഒരു കള്ളന്റെ വലയിലാണല്ലോ ലളിത പോയി വീണത്.